ജെൻസി ജനറേഷൻ എന്താണ് പ്രശ്നം? ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരാണോ അതിന് ഉത്തരവാദികൾ, അതോ അവരുടെ പാരന്റ്സ് ആയിട്ടുള്ള നമ്മളാണോ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ജെൻസി ജനറേഷന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവര് കൂടുതലായിട്ട് വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, അവർ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. പല ആസ്പെക്റ്റുകളിൽ നമ്മൾ ലഹരി അല്ലെങ്കിൽ നാട്ടിലെ പല നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളുടെയും ലീഡേഴ്സ് ആയിട്ടുള്ളത് അവരാണ്. ഇങ്ങനെയുള്ള കുറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഈവൻ ന്യൂസ് ചാനൽ ഡിബേറ്റുകൾ പോലും നടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനേക്കാളേറെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെ നിന്നാണ് ജെൻസി ജനറേഷൻ വരുന്നത്, എന്തിനാണ് ജെൻസി ജനറേഷൻ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഒരുപാട് എല്ലാ കാലത്തും ബേസിക്കലി ഡിഫറെന്റ് ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ അമ്മമാരൊക്കെ ഒരു ജനറേഷൻ ആയിരിക്കും, മക്കൾ വേറെ ജനറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് പാരന്റ്സ് വേറെ ജനറേഷൻ ആയിരിക്കും. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ഡിഫറെന്റ് ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ജനറേഷൻസുകൾ തമ്മിലുള്ള വാട്ട് വി കൻ സേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എന്റെ പാരന്റ്സുമായിട്ട് എനിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പം മക്കൾക്കുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പൊ എല്ലാ കാലത്തും ഈ ഒരു ജനറേഷണൽ ഡിഫറൻസുകൾ, ജനറേഷൻ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഹ്യൂമൻ എവല്യൂഷന്റെ ഭാഗമാണ്. പക്ഷെ ഇപ്പൊ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ജനറേഷനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ ആക്കി മാറ്റുകയും അവരെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റുകയും അതൊരു ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സം സോർട്ട് ഓഫ് ഒരു ഡിസ്ക്രിമിനേഷൻ ആ ഒരു ജനറേഷനോടുള്ള പോലെ. അതായത് അതൊരു പുതിയ ജനറേഷനാണ്, പുതിയൊരു സെറ്റ് ഓഫ് ജനറേഷനാണ്, അവരാണ് പല പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതൊക്കെ. മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ജനറേഷൻ സ്പെസിഫിക് ആയിട്ട് പേരുകൾ പോലും വരുന്നത് ഇപ്പോഴാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മളെ കാലത്തൊക്കെ ചിലപ്പോ ഇന്നത്തെ കാലത്തെ കുട്ടികള് ഓക്കെ ഇന്നത്തെ അച്ഛന്മാര് അമ്മമാര് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ ഇപ്പോ ഈ ഒരു ഇവൻ ദോ നമ്മൾ ജെൻസി, മില്ലേനിയൽസ്, 90s 80s എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 90s ഒരിക്കലും 90s കിഡ്സ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ ഇപ്പം ഈ ഒരു ജെൻസി എന്നുള്ള ടേം വന്നപ്പം പിന്നെ നമ്മൾ മില്ലേനിയൽസ് എന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ 90s കിഡ്സും 80s കിഡ്സും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പേരുകൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ദ ഹോൾ ജെൻസിയെ ഒരു ഡേറ്റ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ 2000 ശേഷമുള്ള കുട്ടികളെ ജെൻസി എന്ന് അല്ലെങ്കിൽ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വാട്ട് വി കൻ സേ ഡിബേറ്റുകൾ നടക്കും. ഇത് ലോങ് ടേമിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാം, ഇതിന് ഇമ്പാക്റ്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ജെൻസിയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്യാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫ്രീഡം കൂടുതലായിട്ട് സീക്ക് ചെയ്യുന്ന, ആളുകളെ അത്ര റെസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത, ഇപ്പൊ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന, ഓക്കെ അല്ലെങ്കിൽ പുതിയ പുതിയ ഗ്രോത്ത്, വളരെ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കുറെ സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ്, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ജെൻസിക്ക് നമ്മളങ്ങ് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ പലരും അങ്ങനെ ഉണ്ടാവാം, പുതിയ കാലത്ത് പല കുട്ടികളും അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ അത് അങ്ങനെ കൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ജെൻസി ജനറേഷനിലെ കുട്ടികളും അങ്ങനെ ആവണം എന്നില്ല. അപ്പൊ എല്ലാ ജെൻസി ജനറേഷനിലെ കുട്ടികളും അങ്ങനെ ആവാത്ത സമയത്ത് അവരുടെ പേരിലും ഒരു ഈ ടൈപ്പ് കാസ്റ്റിംഗിന്റെ പ്രശ്നം വരികയാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാ കാലത്തും ഡിഫറെന്റ് ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ഡിഫറെന്റ് ജനറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സെയിം ജനറേഷനിൽ തന്നെ ഡിഫറെന്റ് ഒപ്പീനിയനുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്, ഡിഫറെന്റ് കോൺസെപ്റ്റിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്തും ആ കാലത്തെ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ജെൻസി എന്നുള്ള പേരിൽ ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടേഴ്സിൽ വരാത്ത കുട്ടികൾക്ക് അവര് നമ്മൾ മിസ്സിംഗ് ഔട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം എന്നുള്ള ആസ്പെക്ടിലേക്ക് വരും. രണ്ടാമത്തത്, നമ്മൾ ആ പറയപ്പെടുന്ന ക്യാരക്ടേഴ്സിൽ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, എല്ലാവരും പോസിറ്റീവ് ആവശ്യമുണ്ട്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഇപ്പം ജെൻസി കുട്ടികളാണ് കൂടുതലായിട്ട് അവര് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ഫ്രീഡം ആഗ്രഹിക്കുന്നു, മറ്റുള്ള ആളുകളെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവായ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അധികം ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടെന്ന് പറയുമ്പോൾ ജെൻസിയിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ടിന്റെ ഒന്നും ഭാഗമല്ലാത്ത കുട്ടികൾ പോലും ചിന്തിച്ചേക്കാം, ജെൻസി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ, ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ അത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്കൂളുകളിൽ സർവ്വസാധാരണമാകുന്നു, നാട്ടിൽ സർവ്വസാധാരണമാകുന്നു ലഹരി എന്നുള്ളത് പോലെയുള്ള നോർമലൈസേഷൻ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂളുകളിൽ സർവ്വസാധാരണമാവുന്ന സമയത്ത് അങ്ങനെ നമ്മൾ മീഡിയ നമ്മൾ പറയുന്ന സമയത്ത് കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ഇത് സർവ്വസാധാരണമാണല്ലോ, ഞാൻ ചെയ്യുന്നതിന് ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ഒരു 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 തോന്നൽ അവർക്ക് ഫീൽ ചെയ്തേക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അത് ഏത് ബിസിനസ് ആസ്പെക്റ്റിലേക്ക് ആവട്ടെ, സ്റ്റുഡന്റ് ആസ്പെക്റ്റിലേക്ക് ആവട്ടെ,
സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആസ്പെക്റ്റിലേക്ക് ആവട്ടെ ജെൻസിയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാതിരിക്കുക. മേ ബി നമ്മുടേതായ ഒരു ഫേസിൽ ഒക്കെ നമ്മുടേതായ ഒരു ഡിസ്കഷനിൽ ഒരു പക്ഷെ നമുക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഓരോരോ കാലഘട്ടങ്ങളിൽ. കാരണം ജെൻസിക്ക് മുൻപുള്ള ജനറേഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എസ്പെഷ്യലി അവർ കൂടുതൽ സോഷ്യൽ മീഡിയ എക്സ്പോസ്ഡ് ആയതുകൊണ്ട്, ടെക്നോളജി എക്സ്പോസ്ഡ് ആയതുകൊണ്ട്, ഡിജിറ്റലി എക്സ്പോസ്ഡ് ആയതുകൊണ്ട് മുമ്പുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അവർക്ക് പലതും ഉണ്ട്. അവർ റെസ്പോണ്ട് ചെയ്യുന്നതിനൊക്കെ ഡിഫറൻസുകളുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുമ്പോൾ ജെൻസി പുതിയ മക്കളും നമ്മളും പാരന്റ്സും ഒരു ഡിഫറെന്റ് ടീമായിട്ട് മാറാണ്. ഇപ്പൊ ചില ന്യൂസ് അവർ ചാനൽ ഡിബേറ്റിലൊക്കെ റീസെന്റ് ഞാൻ കണ്ടു, ജെൻസിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ജനറേഷന്റെ ആസ്പെക്റ്റിലേക്ക് വരുന്ന വാട്ട് വി കൻ സേ ഒരു സെറ്റ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാക്കുന്നത്. അതായത് ജെൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ, ജെൻസിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ, ജെൻസിയെ ന്യായീകരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ, അവരെ എതിർക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകൾ. ഇത് എവിടേക്കാണ് എത്തുക? ശരിക്കും ഇതൊക്കെ നമ്മൾ തന്നെയാണ്, ഇതൊക്കെ നമ്മളെ മക്കൾ തന്നെയാണ്, നമ്മളാണ് പാരന്റ്സ്. ഇതൊക്കെ ഒരു ടീമാണ്. മനുഷ്യ ചരിത്രത്തിൽ മേ ബി ജനറേഷൻ ബേസ്ഡ് ആയിട്ട് രണ്ട് ടീമുകൾ ഇത്രയധികം എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം ഡിബേറ്റുകളും ഡിസ്കഷനുകളിലും കുറ്റപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കുന്ന ജനറേഷൻസ് ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ കാലത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളെ നമ്മൾ കോമണൈസ് ചെയ്തിട്ട് ജെൻസി പ്രോബ്ലം ആണ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഓക്കെ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളിൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള പല ടെൻഡൻസീസും കാണുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ നോക്കുക. ബേസിക്കലി പല സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല വാർത്തകളും. പക്ഷെ അതിന് ഉത്തരവാദികൾ ഞാൻ മനസ്സിലാക്കുന്ന പാരന്റ്സും സൊസൈറ്റിയും തന്നെയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ, പല മൃഗങ്ങൾക്കും ഒരു പക്ഷേ അതിന്റെ അമ്മ പ്രസവിച്ച ഉടനെ, കുട്ടി ഉണ്ടായ ഉടനെ തന്നെ അമ്മയോ പാരന്റ്സോ അല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒന്നല്ല, ഓക്കെ, വളരെ ബേസിക് ആസ്പെക്ട്. പലർക്കും മനുഷ്യന്മാർക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാര് ആ മനുഷ്യന്റെ ഒരു കുട്ടി ജനിച്ച ആ കുട്ടിയുടെ പാരന്റ്സും ആ കുട്ടിയുടെ സൊസൈറ്റിയും ആ കുട്ടിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ തന്നെയാണ് ആ കുട്ടിയെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് ആ കുട്ടി നോളജബിൾ ആക്കുന്നത്. ആ കുട്ടിയുടെ മൊറാലിറ്റി, ആ കുട്ടിയുടെ എത്തിക്സ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. സൊസൈറ്റിയിൽ എന്താണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് അതിനനുസരിച്ചാണ് കുട്ടി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ജെൻസിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മളാകുന്ന പാരന്റ്സും നമ്മളാകുന്ന സൊസൈറ്റിയും നമ്മളാകുന്ന അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻസും മീഡിയയുമാണ്. ഓക്കെ, ഇത് എല്ലാം നമ്മളിലേക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ കുട്ടികളായ സമയത്ത് നമ്മൾ ചെയ്തത് നമ്മളെ പാരന്റ്സ് തന്നെ ആയിരുന്നു. അത് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാത്തത് കൊണ്ടാണെങ്കിൽ ഓക്കെ, അവർ തന്നെയാണ്. ഇനിയിപ്പോ അടുത്തൊരു ജെൻസി നെക്സ്റ്റ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ജെൻസി ജനറേഷൻ ആയിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കുറ്റങ്ങളും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏത് കാലത്തെയും കുട്ടികളിലെ പ്രശ്നങ്ങൾക്ക് ഓക്കെ, അതായത് നമ്മൾ സൊസൈറ്റിയും മീഡിയയും നമ്മളാൽ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു സെറ്റ് ഓഫ് കുട്ടികളാണ്. ആ കുട്ടികളുടെ പ്രോബ്ലംസിന്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സിനും മേ ബി ടീച്ചേഴ്സിനും സൊസൈറ്റിക്കും ഒക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അൾട്ടിമേറ്റ്ലി എനിക്ക് പറയാനുള്ളത്, ഈ പറയപ്പെടുന്ന റീസെന്റ് നമ്മൾ കാണുന്ന വളരെ സങ്കടകരമായിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും ചെറിയ കുട്ടികളുടെ ഭാഗത്തുനിന്നുള്ള വയലന്റ് ആക്ടുകളോ വാട്ടെവർ നെഗറ്റീവ് ആസ്പെക്ടുകളോ ആവട്ടെ, ദിസ് ഇസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ്ലി ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഓക്കെ ഈ റീസെന്റ് ജനറേഷന്റെ ആസ്പെക്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ പല ആസ്പെക്ടുകളും നമുക്ക് കൂടുതലായിട്ട് വാർത്തകളിൽ പല വയലൻസുകൾ നമ്മൾ കാണുന്നുണ്ട്, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള പല ആക്ടുകൾ കാണുന്നുണ്ട്, പല സംഭവങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട, സീരിയസ് ആയി ഡിസ്കസ് ചെയ്യേണ്ട, ഡിബേറ്റ് ചെയ്യേണ്ട, ആക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെയൊക്കെ സോൾവ് ചെയ്യപ്പെടേണ്ടത് ആ ഒരു സെറ്റ് ഓഫ് ആളുകളെ ജെൻസി എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിട്ട് നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് ആളുകളായിട്ട് രണ്ട് ഡിഫറെന്റ് ടീമുകളായിട്ട് എതിർത്ത് പരസ്പരം ഡിബേറ്റ് ചെയ്തിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അല്ല. ഇത് നമ്മളെ മക്കളാണ്, ഒരു ടീമായിട്ടാണ് ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ബീങ് മുതിർന്നവർ എന്നുള്ള രീതിയിൽ, പാരന്റ്സ് എന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത്. നമ്മളെ മക്കൾ നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാം ഒരുമിച്ചാണ്. ഓക്കെ, കുട്ടികൾ ജെൻസി കുട്ടികളാണെങ്കിൽ നമുക്ക് ജെൻസി പാരന്റ്സ് ആവാം. ഓക്കെ, ഇനിയിപ്പോ 2000-ന് ശേഷമുള്ളവരൊക്കെ ജെൻസി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം, നോ ഇഷ്യൂ. നമ്മൾ ഒരുമിച്ച് നമ്മളൊരു ടീമായിട്ട് ഓക്കെ, നമ്മളും നമ്മളെ മക്കളും എല്ലാവരും ഒരു ടീമായിട്ട് പരസ്പരം സംസാരിച്ച് പ്രോപ്പർലി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ആണ് ഈ പ്രോബ്ലംസ് ഒക്കെ തീർക്കേണ്ടത്. അതിൽ മുതിർന്നവർ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടി വരും. ഇനി സൊസൈറ്റി, ഗവൺമെന്റ്, അതോറിറ്റീസ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടി വരും. ലോ
അതോറിറ്റീസ് ഒക്കെ അവർക്ക് അനുസരിച്ച് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സെപ്പറേറ്റ് ജെൻസി ഗ്രൂപ്പിനെ ഉണ്ടാക്കാതെ, സെപ്പറേറ്റ് നോൺ ജെൻസി ഗ്രൂപ്പിനൊന്നും ഉണ്ടാക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് ആക്ട് ചെയ്യാം, നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അത് ഇന്ന് നമ്മളും നമ്മളെ മക്കളുമാണെങ്കിൽ നാളെ നമ്മളെ മക്കള് അവരുടെ മക്കള്, ദ ജനറേഷൻ ഹാസ് ടു ഗോ ഓൺ. അല്ലെ, ഒരുപാട് പുതിയ പുതിയ ജനറേഷൻസുകൾ വന്നു പോവാനുണ്ട് ഈ ഭൂമിയിൽ, നമ്മുടെ ലോകത്ത്. എല്ലാവർക്കും സന്തോഷവും സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ